അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്നോട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു എപ്പിസോഡ്, സ്പെഷ്യൽ എപ്പിസോഡാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. ഇത് പല ആളുകളും ശ്രദ്ധിച്ച വിഷയമായിരിക്കാം, എന്നാൽ പലർക്കും കൺഫ്യൂഷനുള്ള വിഷയമായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു ഡീപ്പായിട്ടുള്ള മറുപടിയാണ് നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. നോമ്പ് മുറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ജിമാഅ് ചെയ്യുക എന്നതാണ്. റമദാനിൻ്റെ പകൽ സമയത്ത് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ നോമ്പ് മുറിയും. അത് വലിയ തെറ്റാണ്, കടുത്ത പാപമാണ്, ഒരു സംശയമില്ല. റമദാനിൽ രാത്രി പ്രശ്നമില്ല. ഉഹില്ല ലക്കും ലൈലത്ത സുയാമി റഫഥു ഇലാ നിസായിക്കും. രാത്രിയിൽ പ്രശ്നമില്ല. അതേസമയം നോമ്പുകാരനായിരിക്കെ ജിമാഅ് ചെയ്താൽ നോമ്പ് മുറിയുന്നു മാത്രമല്ല, അതിന് വലിയ പ്രായശ്ചിത്തം കൊടുക്കേണ്ട വലിയൊരു തെറ്റാണത്. അപ്പോൾ ഒന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഉണ്ടാക്കി ഛർദ്ദിക്കലാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ വൊമിറ്റിംഗ് പ്രശ്നമില്ല, എന്നാൽ ഇവന് എന്താ പറയുക, മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി ഇവൻ എന്ത് ചെയ്യാണ്, വൊമിറ്റിംഗ് ഉണ്ടാക്കുകയാണ് സ്വയം. ഫോർ എക്സാമ്പിൾ, വായിലേക്ക് വരലോ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സംഭവം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഛർദി വരും. ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ അവൻ്റെ നോമ്പ് മുറിയും. മൂന്നാമത്തത് സ്വയം ഭോഗം ചെയ്ത് കഴിഞ്ഞാൽ നോമ്പ് മുറിയും. ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല, ഇസ്തിംനാ എന്നാണ് പറയാം. നാലാമത്തത് ഭക്ഷണം കഴിക്കാം. തടിയുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ വായിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ നോമ്പ് മുറിയും. അഞ്ചാമത്തത് റിദ്ദത്ത്. റിദ്ദത്ത് ഉണ്ടാകുന്ന കാര്യം, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും സംഗതി ചെയ്താൽ അവൻ ഇസ്ലാമെന്ന് മാത്രമല്ല, അവൻ്റെ നോമ്പും ആ സമയത്ത് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അടുത്തത് ഏഴാമത്തത് ഹൈല് നിഫാസ്. നോമ്പ് നോറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉച്ച സമയത്താണ് ഹൈൽ ഉണ്ടായത്, അതോടുകൂടി നോമ്പ് മുറിഞ്ഞു. നിഫാസ്, പ്രസവരക്തം, അതും ആ സമയത്ത് എന്ത് ചെയ്തു, അവരുടെ നോമ്പ് മുറിയും. അപ്പോൾ 7 പറഞ്ഞു. ഇനി എട്ടാമത്തത് കരുതിക്കൂട്ടി മസ്താവുക. അതെങ്ങനെ മസ്തായാലും കരുതിക്കൂട്ടിയിട്ട് എന്ത് ചെയ്തു, മദ്യപിച്ചു, എന്തെങ്കിലും സാധനം ഉപയോഗിച്ചുകൊണ്ട് അയാൾ മസ്തായി കഴിഞ്ഞാൽ, അങ്ങനെ വന്നാൽ അവൻ്റെ നോമ്പ് മുറിയും. 9ാമത്തത് കഫം ഇറക്കിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും. കഫം, ഉമിനീർ ഇറക്കിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയൂല, പക്ഷെ കഫം നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോമ്പ് മുറിഞ്ഞു പോകും. ഇനി മൂക്കിലൂടെ നമ്മൾ വലിച്ചു കയറ്റി അത് വായിലെത്തി അത് ഇറക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോമ്പ് മുറിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത 10ാമത്തത് നമ്മുടെ മൂക്കിൽ മരുന്ന് ഉറ്റിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയും. കണ്ണിൽ മരുന്ന് ഉറ്റിച്ചാൽ നോമ്പ് മുറിയൂല. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തതാണ്. കണ്ണിലേക്ക് മരുന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോമ്പ് മുറിയൂല. അതേസമയം മൂക്കിൽ മരുന്ന് ഉറ്റിച്ച് കഴിഞ്ഞാൽ നോമ്പ് എന്ത് ചെയ്യും, മുറിഞ്ഞു പോകും. 11ാമത്തത് നമ്മൾ ചെവിയിൽ ബഡ്സ്, ചെവിൻ്റെ ഉള്ളിൽ ബഡ്സ്, പ്രത്യേകം ശ്രദ്ധിച്ചോ, ചെവിൻ്റെ ഉള്ളിൽ ബഡ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോമ്പ് മുറിയും. ഉമിനീർ, സാധാ ഉമിനീർ ഇറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, നോമ്പ് മുറിയൂല. പക്ഷേ നജസ് ഉള്ള ഉമിനീർ, ബ്ലഡ് കലർന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നജസ് അത് കലർന്ന ഉമിനീറാണെങ്കിൽ ആ ഉമിനീർ നമ്മൾ ഇറക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് മുറിയും. സാധാ ഉമിനീർ ഇറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, നമ്മുടെ നോമ്പ് മുറിയൂല. ഇനി കഫവും ഉമിനീരും മിക്സായി അത് ഇറക്കി കഴിഞ്ഞാലും നോമ്പ് മുറിയും. സാധാ ഉമിനീർ ഇറക്കി കഴിഞ്ഞാലേ നോമ്പ് മുറിയാത്തതുള്ളൂ. ഇനി സ്ത്രീകൾ യോനിയിൽ വിരലിട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പൊസിഷൻ ഉള്ളിലേക്ക് നമ്മൾ വിരൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ നോമ്പ് മുറിഞ്ഞു പോകും. അപ്പോൾ നോമ്പ് സമയത്ത്, പകൽ സമയത്തൊക്കെ, ശുദ്ധീകരണം ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകം അത് നോട്ട് ചെയ്യാം. അതുപോലെ ഒരു പുരുഷൻ മലദ്വാരത്തിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് വിരൽ ഇൻസേർട്ട് ചെയ്താൽ, ഇത് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടാണ് ഇത്തരം ടോപ്പിക് കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ശ്രദ്ധിച്ച് അവരുടെ നോമ്പ് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടാൻ പാടില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഏനസിലേക്ക് ഒരാൾ എന്ത് ചെയ്തു, അവൻ്റെ വിരൽ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇതും പൊതു മനുഷ്യന്മാർ ചെയ്യാറില്ല. ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും സംഭവിച്ചു പോയാൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും. ഇത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ.